വെൽക്കം ബാക്ക് ടു ഡൈൻ വിത്ത് ആൻ. ഇന്ന് നമുക്ക് ഹോട്ടലിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ബേൺഡ് ഗാർലിക് ഫ്രൈഡ് റൈസ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ഞാൻ ഇതിന് വേണ്ടിയിട്ട് 3 കപ്പ് ബസ്മതി അരി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അരമണിക്കൂറെങ്കിലും നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുതിർക്കാനായിട്ട് വെക്കാം. ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് അതിലേക്ക് ഉപ്പും 1 നാരങ്ങയുടെ നീരും 1 ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് കൊടുക്കാം. ഈ വെള്ളം ഒന്ന് തിളച്ചു വരുമ്പോൾ നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള അരി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എപ്പോഴും ഉപ്പ് ഒരു പടിക്ക് മുമ്പിൽ നിൽക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. എന്നാൽ മാത്രമാണ് ചോറിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി അരി നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പൊ അരിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ചോറ് നമുക്കൊന്ന് ഊറ്റി വെക്കാം. നാരങ്ങാനീര് ചേർത്തുകൊണ്ട് തന്നെ ചോറ് എപ്പോഴും നല്ല വൈറ്റ് കളറിൽ ഇരിക്കുക. അതേപോലെ ഇത് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിലേക്ക് ഓയിൽ ചേർക്കുന്നത്. അരി വേവിക്കുമ്പോൾ ഇത് രണ്ടും ചേർക്കാനായിട്ട് ഒരിക്കലും മറക്കരുത് കേട്ടോ. എന്നാൽ മാത്രമാണ് ഫ്രൈഡ് റൈസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇനി ഞാനിവിടെ ഒരു ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഏത് ചൂട് കട്ടിയുള്ള പാത്രം വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ട് വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. എന്നാൽ മാത്രമാണ് റൈസിന് ആ ഒരു ബേൺഡ് ഫ്ലേവർ നമുക്ക് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് 3 പച്ചമുളക്, അതിന്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് ചതച്ചത് ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിന് വേണ്ടിയിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും എരിവിനനുസരിച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. കുട്ടികൾക്ക് കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ പച്ചമുളക് വേണമെന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം. കുരുമുളക് പൊടി മാത്രം ചേർത്താലും മതിയാവും. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് ബീൻസ് ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ 2 കപ്പ് ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പച്ചക്കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ സാധാരണ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് വെജിറ്റബിൾസ് സോട്ട് ചെയ്യുമ്പോൾ ഒരുപാട് വേവിച്ചെടുക്കാറില്ല. ഒരു ഹാഫ് കുക്ക് ആ ഒരു പരുവം മതിയാവും. ആ ഒരു സ്റ്റേജ് ആവുമ്പോൾ നമുക്ക് ഇതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സോയാ സോസിന്റെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുള്ളവർ ചേർക്കണമെന്നില്ല, അത് ഓപ്ഷണലാണ്. പക്ഷേങ്കിൽ നമുക്ക് ഹോട്ടലിൽ കിട്ടുന്ന അതേ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ സോയാ സോസ് ചേർത്തിരിക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് ചേർത്ത് കൊടുക്കാം. ഫ്രൈഡ് റൈസിന് വേണ്ടി നമ്മൾ റൈസ് ചേർക്കുമ്പോൾ ഒരിക്കലും വെന്ത് കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ നമ്മൾ കറക്റ്റ് ആ വേവ് ആ ഒരു കറക്റ്റ് പാകമാവുന്നത് വരെ നമ്മൾ അടുത്ത് നിൽക്കണം. എന്നിട്ട് വേണം അത് ഊറ്റിയെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്യുമ്പോഴും ഒരുപാട് അങ്ങ് ഇളക്കി കുഴയ്ക്കാതിരിക്കാനും ശ്രദ്ധിക്കുക. പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അരിയെല്ലാം തമ്മിൽ ഒട്ടാതെയാണ് ഇരിക്കുന്നത്. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് താനും. ഓയിലും അതേപോലെ തന്നെ നാരങ്ങാതിനും ചേർത്തുകൊണ്ടാണ് അരി ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ടേസ്റ്റ് ഒക്കെ നോക്കാം. എരിവ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതേപോലെ ഉപ്പൊക്കെ ഒന്ന് നോക്കുക. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കേടുവരാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കൊടുക്കാം. സെലറി ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ടേസ്റ്റ് ഒന്നുകൂടി കൂടുള്ളൂ. ഈ സെലറി അല്ലെങ്കിൽ സ്പ്രിംഗ് ഓണിയൻ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഫ്രൈഡ് റൈസിന് ഒരു എക്സാക്ട് ടേസ്റ്റ് കിട്ടില്ല. എന്നിട്ട് വീണ്ടും ഒന്നുകൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള
എന്ന സിമ്പിൾ ആയിട്ടുള്ള ഹോട്ടലിൽ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ബേൺഡ് ഗാർലിക് ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, എല്ലാവർക്കും ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പൊ വീണ്ടും വേറൊരു അടിപൊളി റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.